ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ ചാനൽ. അങ്ങനെ നമ്മുടെ കാറ്റത്തെ കിളിക്കൂടിലെ സുഭാഷ് ചേട്ടൻ്റെ കല്യാണത്തിനെ പറ്റിയാണല്ലോ വീണ്ടും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ അച്ഛൻ പുറത്തുനിന്ന് വന്നിട്ടുണ്ട്, അതായത് ഭാസ്കരൻ. അപ്പോൾ നിധി അച്ഛനായിട്ട് ചായ കൊണ്ട് കൊടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് പറയുന്നുണ്ട്, അച്ഛാ ഇതാ ചായ എന്ന്. അത് കേട്ടപ്പോൾ ഭാസ്കരൻ ഒന്ന് കളിയാക്കി കൂടി ചോദിക്കുന്നുണ്ട്, എന്താ ഇത്? അപ്പോൾ അവൾ പറയുന്നുണ്ട്, മനസ്സിലായില്ലേ കണ്ടിട്ട്. അപ്പോൾ ഭാസ്കരൻ ചിരിച്ചിട്ട് അത് കയ്യിൽ നിന്ന് മേടിക്കുകയാണ് കേട്ടോ. ഭാസ്കരൻ ഇതിനെ ഭയങ്കര ഇഷ്ടം നമുക്ക് ഇതിലൂടെയൊക്കെ മനസ്സിലാക്കും. കാരണം ആരോടും തീരെ മിണ്ടാതെയും ചൂടായും കൊണ്ടൊക്കെ സംസാരിക്കുന്ന ഒരാൾ ഇവളടുത്ത് ഭയങ്കര സോഫ്റ്റ് ആയിട്ടാണ് സംസാരിക്കുന്നത്. അപ്പോഴേ മനസ്സിലാക്കാം ഭാസ്കറിന് എത്ര പ്രിയപ്പെട്ടതാണ് നിധി എന്നുള്ളത്. നിധിക്ക് അതുപോലെ തന്നെ അവൾ നല്ല കൂളായിട്ടാണ് സംസാരിക്കുന്നത്. അങ്ങനെ അവൾ പറയുന്നുണ്ട്, അച്ഛൻ എന്തെങ്കിലും അറിയുന്നുണ്ടോ ഈ വീടിനെ പറ്റി? അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, ഞാൻ എന്തറിയാനാ, ഞാനിവിടെ ഉണ്ടെന്ന് പോലും ആരും ചിന്തിക്കാറില്ല, എന്നോടൊന്നും പറയാറുമില്ല. ഈ വീടേ അവർക്ക് നരക, പിന്നെ ഞാൻ എന്തിലിടപെടാനാ? അതല്ല അച്ഛൻ എന്തോ ഒരു കാര്യത്തിൽ ഇടപെടാത്തത്? മോളെ, അവർക്കൊന്നും ഞാൻ ഒന്നിൽ ഇടപെടുന്നത് ഇഷ്ടമല്ല, പിന്നെ എന്തിനാ ഞാൻ വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് ഭാസ്കരൻ എന്തൊക്കെയോ ഫിലോസഫി പറയാണ് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, പക്ഷേ ഈ കല്യാണം കൊണ്ടുവന്നത് അച്ഛനല്ലേ, ബ്രോക്കറെ, അത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അത് അവരൊന്ന് വേണ്ടാന്ന് പറഞ്ഞ കാര്യമില്ലേ, പിന്നെ എന്ത് പറ്റി? അപ്പോൾ അവൾ പറയുകയാണ്, അവർക്കൊരു കണ്ടീഷൻ ഉണ്ട്. കണ്ടീഷനോ? എന്ത് കണ്ടീഷൻ? അവർക്ക് ഈ വീട് ഇഷ്ടമായിട്ടില്ല. അപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, അന്നും അവരെ തന്നെയല്ലേ പറഞ്ഞത്, പിന്നെ ഇപ്പോഴും എന്തിനാ കാര്യം പറയുന്നത്? അവർക്ക് എന്താ വട്ടാണോ? അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതല്ല അച്ഛൻ, ഞാൻ പറയണത് കേൾക്ക്. അവർ പറയുന്നത് ഈ വീട്ടിൽ നിൽക്കാൻ അവർക്ക് താല്പര്യമില്ല. അപ്പോൾ സുഭാഷ് ഏട്ടനും ആ കുട്ടിയും കല്യാണം കഴിഞ്ഞിട്ട് ഈ വീടിൽ നിന്ന് മാറി താമസിക്കണം, അതായത് പുതിയൊരു വീടെടുത്ത് മാറണമെന്നാണ് അവരുടെ ആഗ്രഹം. ആ കണ്ടീഷൻ ഓക്കെ ആണെങ്കിൽ അവർക്ക് ഈ കല്യാണം ഓക്കെയാണ്. അത് കേട്ടപ്പോൾ ഭാസ്കറിൻ്റെ മുഖം പെട്ടെന്ന് മാറുന്നുണ്ട് കേട്ടോ. ഒരു തരം സങ്കടം അവിടെ നിഴലിക്കുന്നുണ്ട്. എന്തോ പ്രിയപ്പെട്ടത് കയ്യിൽ നിന്ന് പോകുന്ന പോലെയോ അല്ലെങ്കിൽ എന്തോ ഭാസ്കറിൻ്റെ ഉള്ളിൽ അത് ഭയങ്കര ഒരു വിള്ളലുണ്ടാക്കിയിട്ടുണ്ട്. അത് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ പറയുന്നുണ്ട്, എന്താ അച്ഛൻ്റെ അഭിപ്രായം? അത് കേട്ടപ്പോൾ ഭാസ്കരൻ പറയുന്നുണ്ട്, മോളെ, നീ തന്നെ ഇവിടെ നിൽക്കുന്നത് എന്തോ വലിയ ഭാഗ്യമാണ്. പിന്നെയാണോ ഒരു കുട്ടി? ആർക്കും ഈ വീട് ഇഷ്ടമല്ല, അത് നാശം പിടിച്ച വീടല്ല ഇവർ പറയുന്ന പോലെ. അതുകൊണ്ട് അവർ മാറി താമസിക്കട്ടെ. അല്ല, അച്ഛന് എന്താ വിഷമമുണ്ടോ? എനിക്കെന്ത് വിഷമം? എനിക്കൊരു വിഷമമില്ല. അവൻ വേണമെങ്കിൽ മാറി താമസിക്കട്ടെ, അവൻ കല്യാണം കഴിക്കട്ടെ, സുഖമായിട്ട് ജീവിക്കട്ടെ എന്നൊക്കെ ഒരു അലസമായിട്ട് പറയാം. പക്ഷെ നിധി പ്രതീക്ഷിക്കുന്നത് ഇങ്ങനെ ഒരു ആൻസർ അല്ല. അതുകൊണ്ട് അവൾക്ക് നല്ല ദേഷ്യം വരുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അവൾ പറയുന്നുണ്ട്, അച്ഛൻ എന്താ അങ്ങനെ പറയുന്നത്? ഞാൻ പിന്നെ എങ്ങനെ പറയണം മോളെ? നീയും പോയിക്കോ, അതുപോലെ തന്നെ അരീഷും സുധീഷും നികേഷും എല്ലാവരും ഇവിടുന്ന് പോട്ടെ കല്യാണം കഴിച്ചിട്ട്. അങ്ങനെ ഈ വീട് അങ്ങോട്ട് ഒറ്റപ്പെടട്ടെ, അവരവർക്ക് ഇഷ്ടമുള്ള ജീവിതം ജീവിക്കട്ടെ, അവർ രക്ഷപ്പെടട്ടെ. അതാണ് എൻ്റെ ആഗ്രഹം. ഈ നികേഷ് എപ്പോഴും പറയുന്നതാണ് നാശം പിടിച്ച വീടെന്ന്. സത്യമാണത്, എല്ലാവരും പോകട്ടെ. അത് കേട്ടപ്പോൾ നിധി പറയുന്നുണ്ട്, അപ്പോൾ അച്ഛൻ ഒറ്റയ്ക്കാവില്ലേ? പക്ഷെ ആ ഒരു ചോദ്യം കേട്ടപ്പോൾ ഭാസ്കരൻ്റെ മുഖം ഒന്ന് മാറുന്നുണ്ട് കേട്ടോ. അവന് ഭയങ്കര സന്തോഷമാവുന്നുണ്ട്. കാരണം ഒരാളെങ്കിലും അത് ചോദിച്ചല്ലോ. ഇതുവരെ ആ വീട്ടിൽ നിന്നിട്ട് അവരാരും ഭാസ്കരനോട് അങ്ങനത്തെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല. അച്ഛൻ ഒറ്റയ്ക്കായി പോവോ, അച്ഛൻ എന്താ ഇങ്ങനെ, അച്ഛൻ എന്തെങ്കിലും വിഷമമുണ്ടോ, ഇന്നേ വരെ ആ ഒരു ചോദ്യം ഭാസ്കരനോട് ആരും ചോദിച്ചിട്ടില്ല. നല്ല സന്തോഷമാവുന്നുണ്ട് കേട്ടോ. എന്നിട്ട് നിധിനോട് പറയുന്നുണ്ട്, എനിക്ക് ആരുണ്ടാവാനാ മോളെ, ഞാൻ ഒറ്റയ്ക്ക് ജീവിക്കും. അപ്പോൾ അവൾ പറയുന്നുണ്ട്, അതല്ല അച്ഛാ, എല്ലാവരും ലാസ്റ്റ് ഇവിടുന്ന് പോകും. അപ്പോൾ അച്ഛൻ ആരാ? അച്ഛന് വയസ്സായി വരികയല്ലേ? അപ്പം അത് ആലോചിക്കണ്ട, അച്ഛൻ എന്താ അതൊന്നും ആലോചിക്കാത്തത്? അത് കേട്ടപ്പോൾ ഭാസ്കരൻ ചിരിച്ചുകൊണ്ട് എണീറ്റിരുന്നിട്ട് പറയാണ് കേട്ടോ, എനിക്കൊരു ചീത്തപ്പേരുണ്ട് മോളെ നാട്ടിൽ. ആദ്യം ഒരു പെണ്ണിനെ കെട്ടി, പിന്നെ ഒരു പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവന്നു, അതുപോലെ ഞാനൊരു പെണ്ണിനെ അങ്ങോട്ട് കൊണ്ടുവരും ഇനിയും. എന്നിട്ട് അവളെ കെട്ടി അങ്ങ് സുഖമായിട്ട് ജീവിക്കും. ആ മറുപടി നിധിക്ക് അത്ര ഇഷ്ടമായില്ല കേട്ടോ. എന്നിട്ട് അവൾ, അച്ഛനോട് ചോദിക്കാൻ പറഞ്ഞ എന്നെ പറഞ്ഞാൽ മതിയല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ എന്നും പറഞ്ഞിട്ട് അവൾ തിരിഞ്ഞ് അങ്ങോട്ട് പോവാണ് കേട്ടോ. ഭാസ്കരൻ അവൾ പോയ വഴിയെ നോക്കിയിട്ട് ചിരിച്ചിട്ട് സിഗരറ്റ് കത്തിച്ചിട്ട് വലിക്കുകയാണ്. എന്നിട്ട് ഓരോ പാട്ടൊക്കെ പാടുകയാണ് കേട്ടോ. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു. അടുത്ത റിവ്യൂ ആയിട്ട് ഞാൻ വരും. അപ്പം ആരും കാണാൻ മറക്കണ്ട. ഓക്കെ.